ഹായ് വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. നമ്മൾ സെറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ്, ഫസ്റ്റ് ചാപ്റ്ററാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്തൊക്കെയാ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഏതൊക്കെയാണ്? റോസ്റ്റർ ഫോം. ഓക്കെ, ആദ്യം തന്നെ പേന മാറിപ്പോയി. റോസ്റ്റർ ഫോമും അടുത്ത എന്താണ്? സെറ്റ് ബിൽഡർ ഫോം. ഓർമ്മയുണ്ടോ? എന്താ സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോം? ഓക്കെ, വിത്ത് ഡെഫിനിഷൻ എഴുതുവാണെങ്കിൽ എന്താണ് സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോം എന്നോ ആ സെറ്റിന്റെ ഉള്ളിൽ 1 2 3 എന്നുള്ള രീതിയിൽ എഴുതുന്നത്. ഓക്കെ, അതിന്റെ 2-3 പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ദിവസം ജസ്റ്റ് കണ്ടു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് കൂടെ കാണാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത പോർഷനിലേക്ക് പോവാം. റൈറ്റ് ദ സെറ്റ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? റോസ്റ്റർ ഫോം തന്നിട്ടുണ്ട്. അത് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതണം. ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് എയിൽ എന്തൊക്കെ എലമെന്റ് തന്നിട്ടുണ്ട്? 1 4 9 16 25. പിന്നെന്താണ്? കുത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് എന്ത് ടൈപ്പ് സെറ്റ് ആണ്? ഇത് ഇൻഫിനിറ്റ് സെറ്റ് ആണ് അല്ലെ? ഫൈനൈറ്റ് ആണോ? അല്ല, ഇതിന് എൻഡ് ഇല്ല, ഇൻഫിനിറ്റ് സെറ്റ് ആണ്. ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇതിന് നമ്മൾ എങ്ങനെ ഏത് ഫോമിലേക്ക്? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാം. ഇത് റോസ്റ്റർ ഫോമിലല്ലേ തന്നിരിക്കുന്നത്? ഇത് റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതണം. ഓക്കെ, നോക്കിയേ, അതിൽ ഓരോ എലമെന്റ് എടുത്ത് നോക്കിയേ. എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ഉള്ളിലുള്ള ഓരോന്നും എലമെന്റ് എന്നല്ലേ നമ്മൾ പേര് കൊടുത്തേക്കുന്നത്. ഒരു സെറ്റിനുള്ളിലുള്ള അപ്പൊ 1, അടുത്ത എലമെന്റ് 4, അതിനൊക്കെ എലമെന്റ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ്. കഴിഞ്ഞ ക്ലാസ് കണ്ടില്ലായിരുന്നോ? ഓക്കെ, എലമെന്റ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് എന്ന് പേര് പറയും. അപ്പൊ നമ്മൾ നോക്കിയ എ എന്നുള്ള സെറ്റില് ഏതൊക്കെയുണ്ട്? 1 4 9 16 25 ഇങ്ങനെ പോവാണ്. ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു എന്താണ് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? യുണീക് ക്യാരക്ടർ ഉണ്ടോ ഇതിന്? 1 4 9 16 25. കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് 1. രണ്ടാമത്തത് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്ക്വയർ അല്ലേ 4. 3 9 എന്ന് പറഞ്ഞാല് 3 സ്ക്വയർ അല്ലെ? ഓക്കെ, 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആയിട്ട് എഴുതാം. ഓക്കെ, 1 സ്ക്വയർ ആണ് 1. നമുക്ക് ഓക്കെ, ആദ്യത്തേത് 1, രണ്ടാമത്തതോ 1 സ്ക്വയർ, രണ്ടാമത്തത് 2 സ്ക്വയർ, മൂന്നാമത്തത് 3 സ്ക്വയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അതിന് ഇനി എങ്ങനെ നമ്മള് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എത്തിക്കും? നോക്കിക്കേ, സെറ്റ് എ ഇത് നാച്ചുറൽ നമ്പർ ആണ് അല്ലെ? 1 2 3 4 5 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. ആ നാച്ചുറൽ നമ്പറിന് എന്താണ്? സ്ക്വയർ ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. എവിടം വരെ? ഇൻഫിനിറ്റി വരെ. എൻഡ് ഉണ്ടോ? എൻഡ് ഇല്ല. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ക്വസ്റ്റ്യനെ റോസ്റ്റർ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാൻ നേരത്ത് A is a set of all x such that x is equal to എന്താണ്? n സ്ക്വയർ അല്ലേ? x is equal to n സ്ക്വയർ, വേർ n എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പർ. n നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ് എക്സിന്റെ വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് എക്സിന് എന്നിന് എന്ത് കൊടുത്തു? എന്നിന് 1 കൊടുത്തു. n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എന്നിന് 1 കൊടുത്തു. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 1 കിട്ടി. ഫസ്റ്റ് ഒബ്ജക്റ്റ് കിട്ടി. രണ്ടാമതോ എന്നിന്റെ വാല്യൂ 2 കൊടുത്തു. 2 കൊടുത്തപ്പോ എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? എന്നിന് വാല്യൂ 2 കൊടുക്കുമ്പോ എക്സിന്റെ വാല്യൂ 2 സ്ക്വയർ 4 അല്ലെ? 4 കിട്ടി. എന്നിന് 3 കൊടുക്കുമ്പോഴോ എക്സിന്റെ വാല്യൂ 3 സ്ക്വയർ 9 കിട്ടി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഓൾ എക്സ് ആണ് അല്ലെ? അപ്പൊ എക്സിന് n സ്ക്വയർ എന്നുള്ള വാല്യൂ, n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്. n സ്ക്വയർ എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. കിട്ടുന്നത് എവിടെ? 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതിനൊരു എൻഡ് ഉണ്ടോ? എൻഡ് ഇല്ല, ഇൻഫിനിറ്റ് സീരീസ് ആണ്. കാരണം നാച്ചുറൽ നമ്പറിന് ഒരു എൻഡ് പറയുന്നുണ്ടോ? ഇവിടെ ഇല്ല, ഡിഫൈൻ ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് പോകുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ്? ഇതാണ് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റുന്ന സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാൻ പറ്റുന്ന രീതി ഇതാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെറ്റ് 1/2 2/3 3/4 4/5 5/6 6/7.
ഇത് ഇൻഫിനിറ്റ് സെറ്റ് ആണോ? അല്ല, ഇവിടെ സ്റ്റോപ്പ് ചെയ്തു, ഇങ്ങനെ കുത്തു വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. എത്ര എലമെന്റ് ഉണ്ട്? 1 2 3 4 5 6 എലമെന്റ് ഉള്ള ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ് അതുള്ളത്. ഓക്കെ, ഇതിപ്പോ റോസ്റ്റർ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. അതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആക്കണം. എങ്ങനെയാക്കുന്നത്? ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എങ്ങനെയാക്കാം? നിങ്ങൾ ഐഡിയ നിങ്ങൾ നോക്കി എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ആദ്യത്തെ 1 ന്യൂമറേറ്ററിൽ 1, ഡിനോമിനേറ്ററിലോ 2. അതായത് 1 ആണ് 1 + 1 അല്ല 2. അടുത്തതോ ഇത് 2 ആണെങ്കിൽ ഇത് 2 3 2/3. പിന്നെ 3/4 4/5 5/6. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററിലേക്ക് നോക്കിയ ന്യൂമറേറ്ററിൽ 1 2 3 4 5 6 ആ വരുന്നത്. ഡിനോമിനേറ്ററിലോ 2 3 4 5 6 7 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് എഴുതാം? ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ നമുക്ക് എഴുതാൻ പോവാണേ. രണ്ടാമത് നമ്മൾ ബി എന്ന് കൊടുത്തു. ബി ഈസ് എ സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു ഒരു കെ കൊടുക്കട്ടെ. കെ ബൈ കെ പ്ലസ് 1. ഓക്കെ, അതായത് കെ ബൈ കെ പ്ലസ് 1 where k belongs to natural number. k natural number ആണ്. അപ്പൊ എന്ത് എഴുതാം? നാച്ചുറൽ നമ്പർ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന? 1/2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് എലമെന്റ്. സെക്കൻഡോ 2/3 3/4 ഇങ്ങനെ പോകും. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഈ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/2 2/3 3/4 എന്നുള്ള രീതി കിട്ടി. പക്ഷെ എന്താണ് ഇവിടെ സ്റ്റോപ്പ് ഇട്ടോ? ഇവിടെ സ്റ്റോപ്പ് ഇട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ പോകും എവിടം വരെ? ഇൻഫിനിറ്റി വരെ. കാരണം എല്ലാ നാച്ചുറൽ നമ്പറും ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല, ഇൻഫിനിറ്റി വരെ അങ്ങ് പോകും. പക്ഷെ അതാണ് നമുക്ക് 6/7 അവിടെ നിർത്തണം. അപ്പൊ എന്താ അടുത്ത കണ്ടീഷൻ കൊടുക്കുന്നത്? ഓൾസോ എന്ത് കെ എന്നുള്ള വാല്യൂ കെ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഓക്കെ, കെയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? 6 വരെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിലോ ഇനി ഒന്ന് നോക്കിയത് എക്സ് ഈസ് ഈക്വൽ ടു കെ ബൈ ഇത് കെ ബൈ കെ പ്ലസ് 1. എക്സ് ഈസ് ഈക്വൽ ടു കെ ബൈ കെ പ്ലസ് 1 വേർ കെ ബിലോങ്സ് ടു എൻ ഓൾസോ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. രണ്ട് കണ്ടീഷൻ അവിടെ തന്നിട്ടുണ്ട് അല്ലെ? ഇനി നോക്കിയേ ഫസ്റ്റ് വാല്യൂ. ആദ്യം കെക്ക് 1 കൊടുത്തു. നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം 1 കൊടുക്കുന്നു. 2 3 4 5 6 6 വരെയല്ലേ പോസിബിലിറ്റി ഉള്ളൂ. കാരണം കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറയുന്നുണ്ട്. അപ്പൊ കെക്ക് ഏതൊക്കെ വാല്യൂ കൊടുക്കാം? 1 2 3 4 5 6 7 കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. ഈക്വൽ ടു 6 ആയതുകൊണ്ടാണ് 6 വരെ കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, കെക്ക് 1 കൊടുത്താൽ എന്ത് കിട്ടും? 1/1 + 1 1/2. ക്ലിയർ? കെക്ക് 2 കൊടുത്താലോ 2/2 + 1 2/3. സിമിലർലി കെക്ക് 6 കൊടുത്താലോ 6/7. ഓക്കെ, സോ ഈ ഒരു റോസ്റ്റർ ഫോമിനെ നമ്മൾ എന്ത് ചെയ്ത് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എത്തിച്ചു. ഇതേ രീതി തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇതിൽ തന്നെ നിങ്ങളുടെ രീതിയിൽ, അതായത് വേറെ എന്തെങ്കിലും ഐഡിയയിൽ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതും റെഡി കറക്റ്റ് ആണ്. ഓക്കെ, ഇത് മാത്രമാണ് കറക്റ്റ് ആൻസർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നേരെ തിരിച്ച് സെറ്റ് ബിൽഡർ ഫോം റോസ്റ്റർ ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഈ സാധനം മാത്രം സെറ്റ് ബിൽഡർ ഫോം എന്താണ് വന്നു. സെറ്റ് ബിൽഡർ ഫോം ഡിഫൈൻ ചെയ്തു. ആ സെറ്റ് ബിൽഡർ ഫോമിന്റെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതണം എന്ന് പറഞ്ഞു. അത് നമ്മൾ എഴുതി കഴിയുമ്പോൾ അത് എങ്ങനെയാണെങ്കിലും അത് ആ ഒരു ഒറ്റ വാല്യൂ ഉണ്ടാവുന്നു. പക്ഷെ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് എത്ര രീതിയിൽ വേണേലും ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഇനി ക്വസ്റ്റ്യൻ ഇല്ല. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സബ്സെറ്റ്സ്. സബ്സെറ്റ്. സെറ്റ് കണ്ടു. സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സെറ്റിനുള്ളിൽ എന്തോ ആണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ ദിവസം എങ്ങനെയാ സെറ്റ് ഡിഫൈൻ ചെയ്തത്? ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെ സ്കൂൾ ബാഗ്. ഓക്കെ, സ്കൂൾ ബാഗിൽ എന്തൊക്കെയുണ്ട്? നിങ്ങളെ ബാഗ് ബി എന്നുള്ള സെറ്റ് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ സ്കൂൾ ബാഗ്. ഓക്കെ, ആ സ്കൂൾ ബാഗിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? പറഞ്ഞോ, കാൽക്കുലേറ്റർ. നല്ല പിള്ളേരാണ്, കാൽക്കുലേറ്റർ ഒക്കെ കൊണ്ടേ പോകുള്ളൂ.
അപ്പൊ കാൽക്കുലേറ്റർ അങ്ങനെയൊക്കെ ഇട്ടു. കാൽക്കുലേറ്റർ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. പിന്നെയോ ഇൻസ്ട്രുമെന്റ് ബോക്സ്, പെൻസിൽ, പെന്ന്, റബ്ബർ, പിന്നെ ബുക്ക് ഉണ്ടോ? ബുക്ക്, ബുക്സ്. പിന്നെ മെയിൻ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ? ടിഫിൻ ബോക്സ്. ഓക്കെ, ടിഫിൻ ബോക്സ്. വേറെ എന്ത് മറന്നാലും ഇത് മറക്കരുത് കേട്ടോ. ടിഫിൻ ബോക്സ്. പിന്നെ വാട്ടർ ബോട്ടിൽ കിടക്കട്ടെ, വാട്ടർ ബോട്ടിൽ. പിന്നെയോ ഇനി എന്തായാലും വേണോ? ഇത്രയും മതി. ഓക്കെ, തൽക്കാലം അത് മതി വിചാരിക്കാം. ഓക്കെ, കാൽക്കുലേറ്റർ, ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ ആയില്ലേ? അല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ബുക്സ് അല്ലേ? ബുക്സ് ഉണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ എന്താണ് ബാഗ് എന്ന് പറഞ്ഞ സെറ്റിൽ വരുന്നത്. ക്ലിയർ ആയോ? അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇത്രയും സാധനമാണ് എന്നും കൊണ്ടുപോകേണ്ടത്. ഓക്കെ, പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഞാനല്ല, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അതില് ഒരു ദിവസം കൊണ്ടുപോയത് എന്തൊക്കെയാണ്? കാൽക്കുലേറ്റർ, ടിഫിൻ ബോക്സ്, ഈ 2 സാധനമേ കൊണ്ടുപോയുള്ളൂ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയായിരുന്നു കൊള്ളുന്നത്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിങ്ങൾ 2 സാധനം കൊണ്ടുപോയുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇത് ബാഗിൽ വരുന്ന 2 എലമെന്റ്സ് ആണ് അല്ലെ? ബാഗിൽ വരുന്ന സാധനങ്ങളുടെ 2 എലമെന്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് മാത്രം എടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇതിന്റെ ഒരു ബിന്റെ ഒരു സബ്സെറ്റ് ആണ് എ എന്ന് പറയാം. അപ്പൊ ഇനി എന്തൊക്കെ സബ്സെറ്റ് ഉണ്ട്? ആദ്യം കാൽക്കുലേറ്റർ മാത്രം കൊണ്ടുപോയി എന്ന് വിചാരിക്കാം, അതും ഒരു സബ്സെറ്റ് അല്ലേ? ഇല്ലെങ്കിലോ ഇൻസ്ട്രുമെന്റ് ബോക്സ് മാത്രം എടുത്തു എന്ന് വിചാരിക്കാം, അതൊരു സബ്സെറ്റ് ആണ്. ക്ലിയർ ആയോ? അതായത് ഇതിലിപ്പം ഈ ആദ്യത്തെ 3 എണ്ണം എടുത്തു എന്ന് വിചാരിക്കാം, അത് ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. ക്ലിയർ? ഇനി സപ്പോസ് ഇതിലെ ഒരു എലമെന്റ് വെച്ച് ബാക്കിയല്ല, അതായത് ഇപ്പൊ 10 എലമെന്റ് ഉണ്ട്, 9 എണ്ണവും നമ്മൾ കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കാം. ആ 9 എണ്ണത്തിന്റെ സെറ്റ് എന്ന് പറയുന്നത് ഈ ബിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇപ്പൊ സബ്സെറ്റ് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയോ? സബ്സെറ്റ് എന്നുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സെറ്റ് എന്ന് പറഞ്ഞാല് സബ്സെറ്റിലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ സെറ്റ്. അപ്പൊ ഇതിന് സൂപ്പർ സെറ്റ് എന്ന് പറയും. ഓക്കെ, ഇത് സബ്സെറ്റ് ആണെങ്കിൽ ഇത് സൂപ്പർ സെറ്റ് എന്ന് പറയും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ബി എന്ന് പറയുന്ന ഒരു സെറ്റ്, അതിന്റെ സബ്സെറ്റ് ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സബ്സെറ്റിന്റെ സൂപ്പർ സെറ്റ് ആണ് ബി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ നോക്കിയേ, ബി എന്നുള്ള സൂപ്പർ സെറ്റില് ഏതൊക്കെ സബ്സെറ്റ് ആണ് ഉള്ളത് നോക്കുക കേട്ടോ. എത്ര സബ്സെറ്റ് ഉണ്ടാവും? എങ്ങനെയാണ് സബ്സെറ്റ് വരുന്നത്? ഏതൊക്കെയാണ് അതിന്റെ സബ്സെറ്റ് നോക്കുക. അപ്പൊ ഫസ്റ്റ് കാൽക്കുലേറ്റർ മാത്രം ഉണ്ട്. ഒരു സെറ്റ് എടുത്തു, അതിൽ കാൽക്കുലേറ്റർ മാത്രം. അത് ബിയുടെ സബ്സെറ്റ് ആണോ? അതെ. ഒരു ദിവസം ഞാൻ ബാഗ് എടുത്തു, അതിൽ കാൽക്കുലേറ്റർ മാത്രം ഇട്ടുകൊണ്ട് വന്നു, അത് ബിയുടെ സബ്സെറ്റ് ആണ് അല്ലെ? ബിയുടെ സബ്സെറ്റ് ആണ്. അടുത്ത ദിവസം എന്താണ്? ഇൻസ്ട്രുമെന്റ് ബോക്സ് മാത്രം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ബാഗ് എടുത്തു, ഇൻസ്ട്രുമെന്റ് ബോക്സ് മാത്രം കൊണ്ടുവന്നു. പക്ഷെ അത് ഇൻസ്ട്രുമെന്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ബിയിൽ കൊള്ളുന്ന സാധനങ്ങൾ തന്നെയല്ലേ? അതിപ്പോ ബിയുടെ സബ്സെറ്റ് ആണ്. അടുത്ത ദിവസം നിങ്ങളുടെ മെയിൻ ഉഴപ്പൻ എന്ത് ചെയ്തു? മൊബൈൽ ഫോൺ മാത്രം എടുത്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ മൊബൈൽ ഫോണും കാൽക്കുലേറ്ററും ഇൻസ്ട്രുമെന്റ് ബോക്സും എടുത്തുകൊണ്ട് വന്നു. ബാഗിൽ അലോ ചെയ്ത സാധനമാണോ മൊബൈൽ ഫോൺ? അല്ലല്ലോ. അതായത് ഒരു ഫോറിൻ എലമെന്റ് വന്നു അല്ലേ? അത് നിങ്ങൾ എടുക്കാൻ പാടില്ല. ആ ഫോറിൻ എലമെന്റ് അവിടെ വന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആ മൊബൈൽ ഫോണും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ, മൊബൈൽ ഫോണും കൂടെ അവിടെ വന്നെങ്കിൽ എന്ത് സംഭവിച്ചു? ഇത് സബ്സെറ്റ് അല്ല. ഇപ്പൊ നിങ്ങൾക്ക് സബ്സെറ്റിന്റെ ഡെഫിനിഷൻ കിട്ടി. എന്തായിരിക്കും സബ്സെറ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാല്? മെയിൻ സൂപ്പർ സെറ്റിലുള്ള എലമെന്റ്സ് ആയിരിക്കണം സബ്സെറ്റിൽ ഉണ്ടാവുക അല്ലെ? സൂപ്പർ സെറ്റിലുള്ള എലമെന്റ്സ് അത് എങ്ങനെയാവാം? അതില് പാർഷ്യലായിട്ട് വരാം. ഓക്കെ, ഇനി അടുത്ത കാര്യം, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ സപ്പോസ് ഇനി ബാഗ് അവിടെ നിൽക്കട്ടെ, ബി എന്ന് പറയുന്ന ഒരു സെറ്റ്. ആ സെറ്റിൽ എന്തൊക്കെയുണ്ട്? 1, 2, 3 3 എലമെന്റ് ഉണ്ട്. ബി എന്നുള്ള സെറ്റില് 1ഉം 2ഉം 3ഉം ഉണ്ട്. അപ്പൊ ബിയുടെ സബ്സെറ്റ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പറഞ്ഞേ. ബി എന്നുള്ള ഒരു സെറ്റ്, അതിന് സൂപ്പർ സെറ്റ് എന്ന് പറയും. ഓക്കെ, അതിന്റെ സബ്സെറ്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് സബ്സെറ്റ് 1 മാത്രം. ഓക്കെ, ഇതൊരു സബ്സെറ്റ് അല്ലേ? അടുത്ത സബ്സെറ്റോ 2 മാത്രം, ഇതൊരു സബ്സെറ്റ് ആണ്. അടുത്തതോ 3 മാത്രം അല്ലെ? 3 എന്ന് പറയുന്നത് ഇതിലൊരു എലമെന്റ് ആണ്. അപ്പൊ 3 മാത്രമുള്ള ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ, അടുത്തതോ
അടുത്തതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സബ്സെറ്റ് ആട്ടോ. 1 2 3 എന്ന് വെറുതെ ഇട്ടുന്നേ നോക്കണ്ട. അടുത്തത് എന്താണ്? 1ഉം 2ഉം ഉണ്ട്. അതൊരു സബ്സെറ്റ് ആണോ? അത് സബ്സെറ്റ് ആണ്. അടുത്തതോ 2ഉം 3ഉം ഉണ്ട്. 2 3 രണ്ട് എലമെന്റ് 2ഉം 3 എന്നുള്ള എലമെന്റ് ഉണ്ട്. ഇത് സബ്സെറ്റ് ആണോ? കാരണം 2ഉം 3 ഇതിലെ എലമെന്റ് തന്നെയാണ്. അപ്പൊ ഇതൊരു സബ്സെറ്റ് ആണ്. അടുത്തതോ 1ഉം 3ഉം അല്ലേ? ഇതെന്താണ്? ഇതും സബ്സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ 1 2 3 എന്നുള്ള ഒരു സെറ്റില് ഇത്രയും സബ്സെറ്റ് നമ്മൾ കണ്ടു. ഇനി അതിൽ സബ്സെറ്റ് ഉണ്ടോ? ഇനി 2 സബ്സെറ്റും കൂടി ഉണ്ട്. എന്താണ്? ഇനിയുള്ള സബ്സെറ്റ് ആണ് 1 2 3 എന്നുള്ളത്. അതും ഒരു സബ്സെറ്റാ. അതായത് ഇതിലുള്ള എല്ലാ, ഇപ്പൊ ബാഗിലേക്ക് തിരിച്ചു പോവാം. ബാഗിലുള്ള എല്ലാ സാധനവും കൊണ്ട് ഞാൻ വരുവാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സാധനങ്ങളും വന്നാല് അത് അതിന്റെ തന്നെ ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ എന്ത് മനസ്സിലായി? എനി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. എല്ലാ സെറ്റും അതേ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ 1 2 3 എന്നുള്ളതും ഒരു സബ്സെറ്റ് ആണ്. അതായത് മുഴുവൻ എലമെന്റും ഉള്ളതും സബ്സെറ്റ് തന്നെയാണ്. അപ്പൊ സൂപ്പർ സെറ്റും സബ്സെറ്റും അവിടെ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി സബ്സെറ്റ് ഉണ്ടോ? ഒരു സബ്സെറ്റും കൂടി ഉണ്ട്. ആ സബ്സെറ്റ് ആണ് 5. 5 എന്ന് പറഞ്ഞാൽ എന്താ? കാണാവോ? അടിയിലാണ്. നൾ സെറ്റ് അല്ലെ വോയിഡ് സെറ്റ് അല്ലെ എംപ്റ്റി സെറ്റ്. അതാണ് 5 എന്ന് പറയുന്നത്. അപ്പൊ 5 എന്ന് പറയുന്നത് ഒന്നുമില്ല. ഞാൻ ബാഗ് എടുത്തുകൊണ്ട് വന്നു, കാലി ബാഗുമായിട്ട് വന്നു. എനിക്ക് അങ്ങനെ വരാലോ. ഓക്കെ, കാലി ബാഗായിട്ട് എനിക്ക് വരാം സ്കൂളിലേക്ക്. ഒന്നും എടുത്തിട്ടില്ല, അതിലൊരു സാധനം ഇല്ല. ഈ പറഞ്ഞിരിക്കുന്ന ഒരു സാധനം ഇല്ലാതെ കാലി ബാഗുമായിട്ട് വന്നു. ഓക്കെ, അതും എന്താണ്? അതും ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ സബ്സെറ്റ് എന്താന്ന് ക്ലിയർ ആയോ? സബ്സെറ്റ് എന്ന് പറഞ്ഞാല് അതില് എന്തായിരിക്കണം? ഇതിലുള്ള എലമെന്റ്സ് അല്ലെ? ഒരു സൂപ്പർ സെറ്റ് ഉണ്ട്. ആ സൂപ്പർ സെറ്റിലുള്ള എലമെന്റ്സ് അത് ഏതർ ഒന്നും ഇല്ലാത്തതായിരിക്കും, നൾ സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് എല്ലാ എലമെന്റും ഇൻക്ലൂഡഡ് ആയിരിക്കും, അല്ലെങ്കിലോ പാർഷ്യൽ ആയിട്ട് ഇൻക്ലൂഡഡ് ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി ഇതിൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ കണ്ടോ, ഇപ്പൊ ഇവിടെ 1 2 3 എന്നുള്ള ഒരു സെറ്റ് അതല്ലേ നമ്മൾ എടുത്ത 1 2 3 എന്നുള്ള സെറ്റില് ഇത്രയും എത്ര ഉണ്ട്? 3 6 7 8 സബ്സെറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ എലമെന്റില് അല്ല ഈ ഒരു സെറ്റില് 8 സബ്സെറ്റ് ഉണ്ട്. ഓക്കെ, അതില് ഈ 7 എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന് നമ്മളൊരു പേര് കൊടുക്കുന്നുണ്ട്, പ്രോപ്പർ സബ്സെറ്റ്. പ്രോപ്പർ സബ്സെറ്റ്. ക്ലിയർ? ഈ 7 എണ്ണം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ സബ്സെറ്റ് ആണ്. അതിലോ അത് തന്നെ, അതായത് കംപ്ലീറ്റ് വാല്യൂ ഉള്ളതുണ്ട്. അതിന് നമ്മൾ എന്താണ്, അത് നമുക്ക് ശരിക്കും ദഹിക്കാൻ പറ്റുന്നില്ല. ഇതിനെങ്ങനെ സബ്സെറ്റ് എന്ന് പറയുന്നത് അല്ലെ? അതുകൊണ്ട് സബ്സെറ്റ് ഗണത്തിൽ പെടുത്തി, അത് പക്ഷെ അത് ഇംപ്രോപ്പർ ആണ് അല്ലെ? നമുക്ക് അത്ര ഒരു സുഖം തോന്നുന്നില്ല അതിനെ. എങ്ങനെയാണ് നമ്മൾ അതിനെ സബ്സെറ്റ് ഗണത്തിൽ പെടുത്തിയത്? സോ അത് എന്താണേലും അത് സബ്സെറ്റ് ആയി. അതുകൊണ്ട് എന്താണ് അതിന് നമ്മൾ ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നു. ക്ലിയർ? അപ്പൊ സബ്സെറ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? സബ്സെറ്റിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? നൾ സെറ്റ് ഇൻക്ലൂഡർ ആണ്, ഇംപ്രോപ്പർ സബ്സെറ്റ് എന്താണ്, പ്രോപ്പർ സബ്സെറ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം. ഓക്കെ, ഒരു സബ്സെറ്റ്, ഒരു സെറ്റ് ഞാൻ എഴുതി. എ എന്ന് പറഞ്ഞ സെറ്റില് എന്തൊക്കെയുണ്ട്? 2ഉം 4ഉം ഉണ്ട്. ഇനി എയുടെ സബ്സെറ്റ് നിങ്ങൾ പറഞ്ഞേ. വേഗം പറഞ്ഞോ, വേഗം നിങ്ങൾ ബുക്കിൽ എഴുതിക്കോ. എയുടെ സബ്സെറ്റ് ഏതൊക്കെയാ? ഫസ്റ്റ് 1 2 മാത്രം അല്ലേ? അടുത്തത് 4 മാത്രം. പിന്നെയോ നൾ സെറ്റ്. ഇത് 3 എണ്ണത്തിന് നമ്മൾ എന്ത് പേര് പറയും? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. കഴിഞ്ഞോ? ഒന്നും കൂടി ഉണ്ട്. എന്ത്? 2ഉം 4ഉം കൂടെ ഉള്ളത്. ഇതിന് നമുക്ക് എന്ത് പേര് പറയാം? ഇതിന് നമ്മള് ഇംപ്രോപ്പർ എന്ന് പേര് കൊടുത്തു അല്ലേ? അപ്പൊ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 4 എണ്ണം ഉണ്ട്. നമ്മൾ നേരത്തെ എത്ര എലമെന്റ് കണ്ടായിരുന്നു? നേരത്തെ 3 എലമെന്റിൽ നമുക്ക് എത്ര എണ്ണം കിട്ടി? 8 സബ്സെറ്റ് കിട്ടി. ഓക്കെ, അതായത് ടോട്ടൽ എലമെന്റ് 2 ആണെങ്കിൽ നമുക്ക് എത്ര എണ്ണം കിട്ടി? 4 സബ്സെറ്റ് ഉണ്ടെന്ന് മനസ്സിലായി അല്ലെ? നമ്മൾ കണ്ടു 1 2 3 4. ടോട്ടൽ എലമെന്റ് 3 ആണെങ്കിൽ നമുക്ക് എത്ര സബ്സെറ്റ് ഉണ്ട്? 8 സബ്സെറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ടോട്ടൽ എലമെന്റ് 1 ആണെന്ന് വിചാരിക്കാം. അതായത് 1 ആണ് നമ്മുടെ സെറ്റ്. ഈ 1 എന്നുള്ള സെറ്റിന്റെ സബ്സെറ്റ് ഏതൊക്കെയാ? എത്ര സബ്സെറ്റ് ഉണ്ടാവും? സബ്സെറ്റ് ഉണ്ടാവും ഇതിന്?
അതിന് സബ്സെറ്റ് ഉണ്ടാവും. ഏതൊക്കെയാണ്? ഒന്ന് നൾ സെറ്റും അടുത്തത് വണ്ണും അല്ലെ. ഇവിടെ പ്രോപ്പർ സബ്സെറ്റ് ഏതാ? നൾ സെറ്റ് ആണ് ഇവിടുത്തെ പ്രോപ്പർ സബ്സെറ്റ്. വൺ എന്നുള്ളത് ഇംപ്രോപ്പർ സബ്സെറ്റ് അല്ലെ. കംപ്ലീറ്റ് എലമെന്റും അതിൽ ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ട് അത് ഇംപ്രോപ്പർ സബ്സെറ്റ് ആണ്. ഐഡിയ കിട്ടിയോ ഇത്രയും? അപ്പൊ എലമെന്റ് 1 ആണെങ്കിൽ, ഒരു എലമെന്റ് ഉള്ളെങ്കിൽ എത്ര സബ്സെറ്റ് ഉണ്ടാവും? 2 സബ്സെറ്റ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ 4 ഞാൻ എങ്ങനെ എഴുതി? 2 സ്ക്വയർ എന്ന് എഴുതി. 2 ഞാൻ എങ്ങനെ എഴുതി? 2⁻1 എന്ന് എഴുതി. 8 ഞാൻ എങ്ങനെ എഴുതി? 2 ക്യൂബ് എന്ന് എഴുതി. ഇനി 4 എലമെന്റ് ആണെങ്കിൽ എത്ര ആയിരിക്കും നിങ്ങൾ പറഞ്ഞേ? 16 ആയിരിക്കും എന്ന് പറഞ്ഞാൽ 2⁴. നോക്കണം എന്ന് പറഞ്ഞാൽ സമയം എടുക്കുന്ന കാര്യമാണ്. അതെ, 1 2 3 4. ഇതിന്റെ സബ്സെറ്റ് ഏതൊക്കെയാ? സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 4 4. സെറ്റ് 1 2, സെറ്റ് 1 3, സെറ്റ് 1 4, സെറ്റ് 2 3, 2 4, 3 4. 1 2 3, 2 3 4, 1 2 4, 1 3 4. 1 2 3 4 നൾ സെറ്റ്. ഓക്കെ, എണ്ണി നോക്കിയാൽ മതി കേട്ടോ. ഏതായാലും വിട്ടുപോയെന്ന് അറിയത്തില്ല. എണ്ണി നോക്കിയാൽ എത്ര എണ്ണം കാണാം? 16 എണ്ണം കാണാം. സോ 16 2⁴. അപ്പൊ എന്ത് കിട്ടി നിങ്ങൾക്ക് റിലേഷൻ? നമ്പർ ഓഫ് എലമെന്റ് 1 ആണെങ്കിൽ അല്ലെ, നമ്പർ ഓഫ് എലമെന്റ് 1 ആണെങ്കിൽ, സോറി, നമ്പർ ഓഫ് എലമെന്റ് n ആണെങ്കിൽ, പറഞ്ഞോ, ഇഫ് n is a number of element. ഓക്കെ, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിന്റെ സബ്സെറ്റിന്റെ എണ്ണം എത്രയായിരിക്കും? 2⁻n ആയിരിക്കും നമ്പർ ഓഫ് സബ്സെറ്റ്സ്. അപ്പൊ നമ്പർ ഓഫ് സബ്സെറ്റിന്റെ ഇക്വേഷൻ എന്താണ്? 2⁻n. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണേ, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ്. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എത്രയായിരിക്കും? ഇവിടെ നോക്കിയേ, ഇവിടെ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് 3. ഇതിന് മുമ്പത്തേതിൽ നമ്മുടെ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എത്രയാണ്? 7 + 1 അല്ലെ. ഇംപ്രോപ്പർ എപ്പോഴും 1 ആയിരിക്കും അല്ലെ. ഇംപ്രോപ്പർ എപ്പോഴും ഒരു നമ്പർ ആയിരിക്കും ഇംപ്രോപ്പർ സബ്സെറ്റ്. സോ എന്തായിരിക്കും നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 2⁻n - 1. ഓക്കെ, 2⁻n - 1 പ്രോപ്പർ സബ്സെറ്റും 1 ഇംപ്രോപ്പർ സബ്സെറ്റും ഉണ്ടാവും. 1 ഇംപ്രോപ്പർ സബ്സെറ്റ്. ഇതാണ് ഒരു സെറ്റില് ഉണ്ടാകുന്നത്. ടോട്ടൽ 2⁻n - 1 പ്രോപ്പർ സബ്സെറ്റും 1 ഇംപ്രോപ്പർ സബ്സെറ്റും ഉണ്ടാവും. ക്ലിയർ ആയോ? സബ്സെറ്റിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇത്രയാണ് സബ്സെറ്റിന് വരുന്നത്. പക്ഷെ അതിൽ മെയിൻ കാര്യം ഞാൻ പറയാൻ മറന്നു. എന്താണ്, എങ്ങനെയാണ് സബ്സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ ബി എന്നുള്ളതാണ് സൂപ്പർ സെറ്റ്. ഓക്കെ, എ എന്ന് പറയുന്നത് എന്താണ്? ബിയുടെ ഒരു സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇങ്ങനെ വേണം റെപ്രസെന്റ് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയുടെ നേരെ വാ പൊളിച്ചിരിക്കണം. ഓക്കെ, ബി ഗ്രേറ്റർ ദാൻ, നമ്മൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാനിലൊക്കെ കണ്ടില്ലേ? 2 < 4. ഏതാ വലുത്? 4 വലുത്. കാരണം 4ന്റെ നേരെ വാ പൊളിച്ചിരിക്കുകയാണ് അല്ലെ. 4 ആണ് അവിടെ വലുത്. അതേപോലെ തന്നെ ആ ഒരു കൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ബിയുടെ നേരെ വാ തുറന്നിരിക്കണം. ഓക്കെ, നേരെ തിരിച്ച് സൂപ്പർ സെറ്റിന്റെ കാര്യം പറഞ്ഞേ. ബി ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. ക്ലിയർ? അപ്പൊ സബ്സെറ്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്തെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഒരു കൺസെപ്റ്റ് കൂടെ പറയാം. ബിലോങ്സ് ടു. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് ഇസ് എ സെറ്റ് ഓഫ് 1 2 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? സെറ്റ് 2 എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാം അല്ലെ. എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണ് സെറ്റ് 2. ക്ലിയർ അല്ലേ? കറക്റ്റ് ആണ്. കാരണം 2 എന്നുള്ളത് ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ സെറ്റ് 2 ബിലോങ്സ് ടു, സെറ്റ് 2 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. പക്ഷെ നമുക്ക് എന്താ എഴുതാ? 2 എന്നുള്ള എലമെന്റ് സെറ്റ് 2 അല്ല, 2 എന്നുള്ള എലമെന്റ് ആണെങ്കിൽ എങ്ങനെ എഴുതാ? 2 ബിലോങ്സ് ടു
എ. ക്ലിയർ? അപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ആണ്. ഈ എ എന്നുള്ള സെറ്റില് എന്താണ് സെറ്റ് 2 ആണെങ്കിൽ എന്താണ് സെറ്റ് 2 എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റ് ആണ്. വെറുതെ എലമെന്റ് 2 എന്ന് പറയുന്നത് വെറുതെ 2 എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എലമെന്റ് ആണ്. എലമെന്റ് 2 എന്ന് പറയുന്നത് എന്താണ് എലമെന്റ് 2 ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാൽ എന്താണ് എലമെന്റ് 2 എന്ന് പറയുന്നത് എ എന്നുള്ള സെറ്റിലെ ഒരു എലമെന്റ് ആണ്. ഇങ്ങനെ എഴുതണം. അല്ലാതെ സെറ്റ് 2 ബിലോങ്സ് ടു എ എന്ന് എഴുതാൻ പറ്റുമോ? സെറ്റ് 2 ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എ ഈസ് ഈക്വൽ ടു 1 2 3 അതിന്റെ കൂടെ സെറ്റ് 2 കൂടെ ഉണ്ട്. അതാണ് സെറ്റ് 2 ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയ കൺസെപ്റ്റ് കിട്ടിയോ? അപ്പൊ നമുക്ക് ബിലോങ്സ് ടു എന്ന് പറയുകയാണെങ്കിൽ എലമെന്റ് ബിലോങ്സ് ടു എന്ന് പറയും. ഇവിടെ സെറ്റ് ഇത് സബ്സെറ്റും ബിലോങ്സ് ടു തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് സെറ്റിന്റെ ഡീറ്റെയിൽസ് കണ്ടു, നമ്പർ ഓഫ് എലമെന്റ്സിന്റെ ഇക്വേഷൻ കണ്ടു, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഇംപ്രോപ്പർ സബ്സെറ്റിന്റെ കാര്യങ്ങൾ കണ്ടു, സബ്സെറ്റിന്റെ എണ്ണം കിട്ടി അല്ലെ, എങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായി. നൾ സെറ്റിന്റെ കാര്യം കിട്ടി. നൾ സെറ്റ് എല്ലാത്തിനും അതിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഒരു കാര്യം പറഞ്ഞു, എല്ലാ സെറ്റും ഈസ് എ സബ്സെറ്റ് ഓഫ് ആ സെറ്റ് തന്നെ അല്ലെ. സെറ്റ് 1 2 3 എന്ന് പറയുന്നത് എന്താണ് 1 2 3 എന്നുള്ള ഒരു സെറ്റിന്റെ സബ്സെറ്റ് ആണ്. എല്ലാ സെറ്റും ആ സെറ്റിന്റെ തന്നെ സബ്സെറ്റ് ആണ്. അത് നമ്മൾ കണ്ടില്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ സെറ്റിന്റെ സബ്സെറ്റ് ഒരെണ്ണമുണ്ട്. എല്ലാ സെറ്റ് എടുത്താലും അതിൽ കോമൺ ആയിട്ട് ഒരു സബ്സെറ്റ് ഉണ്ട്. അതേതാ? ഏത് സെറ്റ് എടുത്താലും ഈ സാധനം നൾ സെറ്റ്. ഈ നൾ സെറ്റ് എന്ന് പറയുന്നത് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. ക്ലിയർ? അപ്പം സബ്സെറ്റ് അത്രയും പഠിക്കാനുള്ളൂ. ഇനി അത് വെച്ചിട്ട് ഞാൻ ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഈസ് 63. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് 63 ആണ്. ഓക്കെ, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് 63 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദാറ്റ് സെറ്റ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് 63 ആണ്. ഓക്കെ, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് 63 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര എലമെന്റ് ഉണ്ടാവും സെറ്റിൽ നിന്ന്? ഓക്കെ, നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എത്ര ഉണ്ടാവും സാധാരണ? 2n - 1 അല്ലെ. ഇപ്പോ n എലമെന്റ് ഉള്ള ഒരു സെറ്റിന്റെ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 2n - 1. ഓക്കെ, അപ്പൊ ടോട്ടൽ എലമെന്റ്സ് എത്ര ഉണ്ടാവും? ആ ഒരു സെറ്റിന്റെ ടോട്ടൽ സബ്സെറ്റ് എത്ര ഉണ്ടാവും? ഒരു സെറ്റ്, ആ സെറ്റിലെ ടോട്ടൽ സബ്സെറ്റ് എത്ര ഉണ്ടാവും? 2n സബ്സെറ്റ് ഉണ്ടാവും. അതിൽ 2n - 1 പ്രോപ്പറും ഒരെണ്ണം ഇംപ്രോപ്പറുമാണ് അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ടാവും? 2n ഉണ്ടാവും. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 2n - 1 = 63 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ 2n = എത്രയായിരിക്കും? 64 ആയിരിക്കും. അപ്പൊ n എങ്ങനെ കണ്ടുപിടിക്കും? n കണ്ടുപിടിച്ചാൽ മതി. n എങ്ങനെ കണ്ടുപിടിക്കുക? 2 എന്തൊക്കെ അറിയാം? 2^1, 2 സ്ക്വയർ, 2 ക്യൂബ്, 2^4, 2^5. ഓക്കെ, കണ്ടുപിടിച്ച 2 4 8 16 32 2^6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64. അപ്പൊ n-ന്റെ വാല്യൂ എത്രയാണ്? 64. സോ നമ്പർ ഓഫ് എലമെന്റ്സ് വിൽ ബി 6. ക്ലിയർ ആയോ? 6 എലമെന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. 1 2 3 4 5 6 6 എലമെന്റ് ഉണ്ട്. 6 എലമെന്റ് ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ എത്ര സബ്സെറ്റ് ഉണ്ടാവും? 6 എലമെന്റ് ഉള്ള ഒരു സെറ്റിന് 2n സബ്സെറ്റ് ഉണ്ടാവും, 64 സബ്സെറ്റ് ഉണ്ടാവും. അതില് 63 പ്രോപ്പറും 1 ഇംപ്രോപ്പറും ആയിരിക്കും. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ സബ്സെറ്റിന്റെ കൺസെപ്റ്റ്. അപ്പം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അടുത്ത തിയറി പോർഷൻ നോക്കാണ്ട്
വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, അതുവരേക്കും ബൈ ബൈ.